ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ തിരുവനന്തപുരത്തു നിന്നുമാണ്. KSRTCയിലെ ശമ്പള വിതരണം മുടങ്ങിയതോടെ ഭരണ പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ സംയുക്ത സമരത്തിലേക്ക് നീങ്ങുകയാണ്. CITU, TDF സംഘടനകൾ ഇന്ന് ചീഫ് ഓഫീസ് വളയും. 8-ാം തീയതി VMSന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ പണിമുടക്കും നടത്തുകയാണ്. വിശദാംശങ്ങളുമായി D. ബിനോയുണ്ട്. ബിനോയ്, KSRTCയിലെ ശമ്പള വിതരണം അത് കൃത്യമായി തന്നെ നടപ്പിലാക്കുമെന്നുള്ള ഒരു ഉറപ്പ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും നേരത്തെ നൽകിയിരുന്നു. ഏതാണ്ട് പാഴ്വാക്കായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ സംഘടനകൾ സംയുക്തമായി തന്നെ ഇത്തരത്തിലൊരു സമരത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രി പറഞ്ഞതാണ് എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പ് തന്നെ ഇവരുടെ ശമ്പള ഗഡുക്കൾ കൊടുത്തു തീർക്കുമെന്ന്. ഇന്ന് അത് കൃത്യമായി പാലിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഭരണ പ്രതിപക്ഷ യൂണിയനുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ചീഫ് ഓഫീസിന് മുന്നിലേക്ക് സമരപരിപാടികളുമായി എത്തുന്നത്. ഇന്ന് 10:30 മണിയോടുകൂടി സമരം തുടങ്ങും. പ്രധാനമായും ഇന്ന് ഒരു ചീഫ് ഓഫീസ് വളയൽ സമരമാണെങ്കിൽ അടുത്ത ദിവസം BMSന്റെ നേതൃത്വത്തിൽ 8-ാം തീയതി പണിമുടക്കം നടത്താനാണ് തീരുമാനം. കാരണം കോടതി നിർദ്ദേശവും മുഖ്യമന്ത്രി പറഞ്ഞ വാക്കും പാലിക്കുവാൻ KSRTC അധികൃതർക്ക് കഴിഞ്ഞില്ല എന്ന നിലപാടിൽ തന്നെയാണ് തൊഴിലാളി യൂണിയനുകൾ. അതുകൊണ്ട് തന്നെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. അതേസമയം KSRTCയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ KSRTC അധികൃതർ പറയുന്നത് ധനവകുപ്പിനോട് 50 കോടി രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കിട്ടിയാൽ മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ ഇനി കൊടുക്കാനുള്ള അല്ലെങ്കിൽ കുടിശ്ശിക ഇനത്തിൽ കൊടുക്കാനുള്ള ശമ്പളം കൊടുക്കാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. എന്നാൽ ഹൈക്കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ്. ഹൈക്കോടതി കൃത്യമായി പറഞ്ഞിരുന്നു തൊഴിലാളികളുടെ സേവന വേതന വ്യവസ്ഥകൾ 5-ാം തീയതിക്കുള്ളിൽ തന്നെ കൊടുക്കണം. അതേസമയം ഗഡുക്കളായി ശമ്പളം കൊടുക്കുന്നതിനെതിരെയും തൊഴിലാളി സംഘടനയുടെ ഭാഗത്തു നിന്നും ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. പിന്നീട് അത് അവർ അംഗീകരിക്കുകയും ചെയ്ത സാഹചര്യമായി. എന്നാൽ ഇന്ന് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് KSRTCയിലെ വിവിധ തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. ഈ ചീഫ് ഓഫീസിന് മുന്നിലുള്ള ഒരു ചീഫ് ഓഫീസ് വളഞ്ഞുകൊണ്ടുള്ള ഒരു സമരം അത് മാത്രമാണോ, അതോ ഈ ട്രിപ്പുകൾ മുടക്കിക്കൊണ്ട് തന്നെയുള്ള ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് കടുത്ത നടപടികളിലേക്ക് നീങ്ങാനുള്ള തീരുമാനം ഈ തൊഴിലാളി സംഘടനയുടെ ഭാഗത്തുനിന്നുണ്ടോ? ഇന്ന് ചീഫ് ഓഫീസ് വളഞ്ഞുകൊണ്ടുള്ള ഒരു സമരപരിപാടിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 8-ാം തീയതിയാണ് BMSന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പണിമുടക്ക് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിൽ വരികയാണെങ്കിൽ BMSന്റെ ഒരു പണിമുടക്ക് കാര്യമായി ബാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഏതു സംഘടന ഇപ്പോൾ സമരം നടത്തിയാലും മൗനമായി എല്ലാവരും അതിനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ അതിന് പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. കാരണം KSRTC അത്രയധികം പ്രതിസന്ധിയിലാണ് പോകുന്നതെങ്കിൽ പോലും തൊഴിലാളികൾ സഹകരിക്കാൻ തയ്യാറായ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. എങ്കിലും തൊഴിലാളികൾക്ക് നൽകിയ വാക്ക് പാലിക്കാത്ത പക്ഷം ഒരുപക്ഷെ ഏത് സംഘടനാ പണിമുടക്കിൽ പോയാൽ തന്നെയും അവർക്ക് പിന്തുണയുണ്ടാകും. അത് പൊതുഗതാഗത സംവിധാനത്തെ ബാധിക്കാനും സാധ്യതയുണ്ട്. ഈ ഘട്ടത്തിൽ ധനവകുപ്പിന്റെ ഒരു ഇടപെടൽ വളരെ അടിയന്തരമായി തന്നെ ഉണ്ടാവേണ്ടതല്ലേ? ധനവകുപ്പ് ഇതുവരെയും അത്തരത്തിൽ ഈ 2-ാം ഗഡു ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആ ഫണ്ട് അനുവദിക്കാനായിട്ട് ധനവകുപ്പ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ തന്നെ ധനവകുപ്പിന് KSRTC കൂടുതൽ ഫണ്ട് അനുവദിക്കുന്നതിനോട് വലിയ വിയോജിപ്പുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ മുഖ്യമന്ത്രി ഇടപെട്ട് ധനവകുപ്പുമായി നടത്തുന്ന ചർച്ചയ്ക്കൊടുവിലാണ് KSRTCക്ക് ഫണ്ട് അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഇനിയും മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടൽ ആവശ്യമായി വരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ തന്നെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ്. ആ സാഹചര്യത്തിൽ മറ്റൊരു പൊതുമേഖലാ സ്ഥാപനമായ KSRTC എങ്ങനെ സഹായിക്കും, അല്ലെങ്കിൽ ഏതു തരത്തിലുള്ള സഹായം നൽകണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ നേരത്തെ തന്നെ വലിയ ചർച്ചകൾ നടന്നിരുന്നു. കാരണം വരുമാനം അല്ലെങ്കിൽ സ്വയം കണ്ടെത്തണം എന്നായിരുന്നു KSRTCക്ക് സർക്കാരും ധനവകുപ്പും എല്ലാം നൽകിയിരുന്ന നിർദ്ദേശം. അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഇനി 50 കോടി രൂപയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ 50 കോടി രൂപയുണ്ടെങ്കിൽ ശമ്പളം അതുപോലെ തന്നെ കുറച്ച് പെൻഷൻ നൽകാൻ കഴിയും. അത്തരത്തിൽ ഈ 50 കോടി രൂപ കിട്ടണമെങ്കിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ സംഘടനകൾ ഇവരെല്ലാം തന്നെ ശക്തമായ സമ്മർദ്ദം ചെലുത്തേണ്ടതായി വരും. അങ്ങനെയാണെങ്കിൽ ആയിരിക്കും ധനവകുപ്പ് ഈ 50 കോടി രൂപ ഇനിയും അനുവദിക്കുക.